കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചെക്കൻ മാസ്കൊക്കെ എടുത്ത് മാറ്റിക്കളയും കേട്ടോ. പക്ഷെ കുറേ നേരമൊക്കെ അവനിങ്ങനെ കിടക്കും. പണ്ടത്തത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റാണ് കണ്ണിൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ മാസ്ക് പിടിച്ച് നമ്മളിങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കണം അവൻ്റെ കൂടെ. പക്ഷെ ഇപ്പോൾ അവൻ തന്നെ വെച്ച് മാസ്കൊക്കെ വെച്ച് തന്നെ കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഒരു ചെറിയൊരു മരുന്ന്, ഒരു 5 ml അങ്ങനെയൊക്കെ വരുന്ന ഒരു ചെറിയൊരു ബോട്ടിൽ, അത് അപ്പം തന്നെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡിയുടെ ചെറിയൊരു കുറവുണ്ടായിരുന്നു കേട്ടോ കണ്ണിന്. അപ്പോൾ അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ മറ്റേ ഫില്ലർ ഉണ്ടല്ലോ, ഫില്ലറിൽ ഇങ്ങനെ എടുത്ത് തിരിച്ച് തിരിച്ച് കൊടുക്കുന്നു. അപ്പോൾ കണ്ണന് എന്തോ ഒരു കൗതുകം, കുഞ്ഞുണ്ണികൾക്ക് കൊടുക്കണ പോലെ ഫില്ലറിലൊക്കെ കൊടുക്കണേ. അപ്പോൾ അവനോട് ഇങ്ങനെ സെറ്റായിട്ട് കിടക്കണ്ടായി, തലയൊക്കെ പൊക്കി വെച്ചിട്ട്. അപ്പോൾ ഞാനത് അങ്ങനെ ഇങ്ങനെ വായിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ ചപ്പി 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 ഇങ്ങനെ കുടിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ കല്യാണി നോക്കിയിരിക്കുന്നതേ ആൾക്ക് മരുന്ന് ഭയങ്കര കൊതിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം ആൾക്ക് മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ. അത് ഇന്നുള്ളതല്ല, ചെറുപ്പം മുതൽക്ക് ആൾക്ക് മരുന്ന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്തൊക്കെ അവൾക്ക് കഴിക്കേണ്ട മരുന്നുകളൊക്കെ ചിലപ്പോൾ അവൾ ഇഷ്ടമില്ലെന്നൊക്കെ പറയട്ടോ. അപ്പം എൻ്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കാം, അമ്മ കുറച്ച് മരുന്ന് തരാം. ഞാൻ പറഞ്ഞിട്ട് ഇത് ജ്യൂസല്ല കല്ല്, ഇത് മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് കൊതി കാണിച്ചിരിക്കാൻ കേട്ടോ മരുന്നിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഉണ്ടാവും മരുന്ന് ഇഷ്ടമുള്ള പിള്ളേർ. അപ്പം ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇവിടെ ഹോമിയോ ഒന്നും കാണിക്കാതിരിക്കുക നല്ലത്. കാരണം ഹോമിയോയുടെ മറ്റു ഗുളികയൊക്കെ ഇല്ലേ കുഞ്ഞി, ഇപ്പം അതൊന്നും ഇല്ലയെന്ന് തോന്നണു അല്ലേ. ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം സാധാരണ ടാബ്ലറ്റ് വയ്ക്കാന്ന് തോന്നുന്നു. അത് നല്ല രസമല്ലേ കഴിക്കാൻ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണികളായിട്ടുള്ളത്. അതൊക്കെ കല്യാണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 ബോട്ടിലൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. കാരണം അത് രസം കൂടി ഉള്ളതല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ടിലേ നമ്മളുടെ മുറ്റമൊന്നുമല്ല, അത് റോഡാണ്, വഴിയാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ഇല വീഴും. ഇപ്പോൾ ഈ തളിരിലകൾ ഇങ്ങനെ നിറച്ച് വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടനുണ്ട് നമ്മൾ അകമൊക്കെ അടിക്കണ ചൂലുകൊണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അടിച്ചാൽ അത് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ ഇറുക്കിലെ ചൂലൊക്കെ എടുത്തിട്ട് അടിക്കാനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരാളുള്ളത്. വല്ലപ്പോഴൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. എന്നാലും ആ ഒരു നിമിഷങ്ങൾ നമുക്ക് സന്തോഷമുള്ളത്.